ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളുമായാണ് നമ്മൾ ഈ വൈകുന്നേരം ഒന്നുചേർന്നിരിക്കുന്നത്. വലിയ വിപുലമായ സജ്ജീകരണങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുണ്ട്. ധാരാളം ആളുകൾ നോക്കൂ, ഈ പൊങ്കാലയുടെ സമയം നോക്കി തന്നെ നാട്ടിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. ഇന്ത്യയിൽ തന്നെ എവിടെയാണ് എങ്കിലും പൊങ്കാലയിടാൻ കൃത്യമായി എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇനി എന്തു തിരക്കുകളുണ്ട് എങ്കിലും ഈ ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും തലസ്ഥാനത്തേക്ക്, എല്ലാ വഴികളും, കേരളത്തിന്റെ മുഴുവൻ വഴികളും തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസമാണ്. എത്ര കാര്യങ്ങളുണ്ട് എങ്കിലും ഒരുപക്ഷെ പൊങ്കാല ഇടാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ആചാരപരമായോ വിശ്വാസപരമായോ ഉണ്ടെങ്കിൽ അതൊഴികെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട്, എത്ര വിഷമങ്ങൾ ഉണ്ടായാലും മാറ്റിവെച്ചുകൊണ്ട് തലസ്ഥാന നഗരിയിലേക്ക് ചെല്ലുന്നവരാണ് ആറ്റുകാലമ്മയുടെ ആരാധകർ, ഭക്തർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് വലിയ തിരക്കാണ് അവിടെയുള്ളത്. ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ ഒരു വലിയ കടൽ പോലെ തന്നെ രൂപപ്പെട്ടു. റഹീസ് റഷീദ് നമ്മളോടൊപ്പം ഉണ്ട്. മണക്കാട് പള്ളിയുടെ പരിസരത്ത് നിന്നാണ് റഹീസ് റഷീദ് നമ്മളോടൊപ്പം ചേരുന്നത്. റഹീസ്, മണക്കാടാണ് തൊട്ടടുത്തുള്ള, അതായത് കിഴക്കേക്കോട്ടയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ജംഗ്ഷൻ മണക്കാടാണ്. സ്വാഭാവികമായി മാത്രമല്ല, അവിടെ ഈ പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന വിപണികളും വളരെ സജീവമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? മാധു, ഫോർട്ട് തൊട്ട് ഇങ്ങ് ആറ്റുകാൽ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പൊങ്കാലയിടാൻ വരുന്ന ആളുകൾ, അവർ തിരുവനന്തപുരത്തേക്ക് സാധാരണഗതിയിൽ വരുന്നത് പോലെ വാഹനത്തിൽ വരികയാണ് ചെയ്യുക. അതിനുശേഷം അവർക്ക് പൊങ്കാലയിടാൻ ഈ കാണുന്ന കട്ട മുതൽ മുഴുവൻ സാധനം വേണം. കട്ട വേണം, കലം വേണം, അരി വേണം, ശർക്കര വേണം, തേങ്ങ വേണം, നെയ്യ് വേണം. അങ്ങനെ ഇവിടെയൊക്കെ പൊങ്കാലയ്ക്ക് കോംബോ പായ്ക്ക് വരെ വെച്ചിരിക്കുകയാണ്. ആ തരത്തിൽ ഇവിടെ ഈ സൈഡ് മുഴുവൻ, ഇത് അട്ടക്കുളങ്ങര ഭാഗത്താണ്, ആ ജയിലിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ്, നിറയെ മുഴുവൻ ആളുകൾ കലങ്ങളും ഈ പറഞ്ഞ സാധനങ്ങളുമൊക്കെ വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച. ക്യൂ നിന്ന് സാധനങ്ങൾ വരികയാണ്. അമ്മച്ചി എവിടുന്നാ വരിക? എവിടുന്നാ വരുന്നേ? കുമ്പളങ്ങി, എറണാകുളം. എപ്പോ വന്നു? രാവിലെ ഒരു 12 മണിയായിട്ടുണ്ട്. ആണ്. സാധനങ്ങളൊക്കെ കലമൊക്കെ വാങ്ങിയോ? കല വാങ്ങിക്കാൻ വന്നതാ. വിലയൊക്കെ എങ്ങനെയുണ്ട്? വില അവര് പറയണ വില കൊടുക്കണമല്ലോ, നമ്മളുടെ കാര്യം കാണണമല്ലോ. ആണല്ലേ. നിങ്ങള് ഒരു അമ്മയായിട്ട് ഒരു ടീമാണോ? അല്ല. എവിടുന്നാ? കായംകുളത്തുനിന്ന് വരുന്നു. എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, എല്ലാ വർഷവും ഇല്ല. പറ്റുമ്പോ. ഈ ആണുങ്ങൾക്ക് ഇവിടെ വലിയ റോളില്ലാന്നാണ്. എന്നാലും നമ്മൾ കൂടെ വരുന്നതാ ഒരു ഹെൽപ്പിന്. പിന്നെ അമ്പലങ്ങളൊക്കെ തൊഴുകയും ചെയ്യാമല്ലോ. പത്മനാഭസാക്ഷി അവിടെ കണ്ട് കയറി തൊഴുതു, ആറ്റുകാൽ പോയി തൊഴുതു, പഴവാങ്ങടിയിൽ പോയി അവിടെ ഭയങ്കര തിരക്ക്, തിരിച്ചു പോകുന്നു. എവിടുന്നാ ചേച്ചി? ഞങ്ങൾ കായംകുളം ഓച്ചിറ. കായംകുളം, എറണാകുളം പോലെ. പറഞ്ഞു ചേച്ചിക്ക് എന്തോ പറയാണ്ട്. ഞങ്ങൾ ചുറ്റുളങ്ങരന്നാണ് വരുന്നത്. ഞങ്ങളൊരു 10-16 പേര് ഒന്നിച്ച് വന്നതാണ്. എല്ലാ വർഷവും ഇടയ്ക്ക് വരാറുണ്ട്. എത്രാമത്തെ തവണയാ ഇതിപ്പോ ചുറ്റുളങ്ങര അങ്ങനെ മാധു, ഇതുപോലെ ഇങ്ങനെ മുഴുവൻ ആറ്റുകാൽ വരെ ഇതാണ് കാഴ്ച. റോഡിന്റെ സൈഡില് വെച്ചുവാണി എന്ന് പറയും. എന്ത് വേണേ കിട്ടും. എന്ത് വേണേന്ന് പറഞ്ഞാൽ എന്ത് വേണേ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം കാണാം. മൊത്തം ആളുകളാണ്. ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് മുതൽ ഇതാണ് അവസ്ഥ. അപ്പോൾ നാളെ എന്തായിരിക്കും ഇവിടെ എന്ന് ഊഹിക്കാൻ മാധുവിന് പറയേണ്ട കാര്യമില്ല. കുറേ കാലമായി തിരുവനന്തപുരത്തുള്ള ആളാണ്. പക്ഷേ ഇതറിയാത്ത ആളുകൾക്ക് ഇപ്പോഴിതാണ് ഇവിടുത്തെ അവസ്ഥയെങ്കിൽ ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ഇനി അങ്ങോട്ടേക്ക് ഓരോ മണിക്കൂർ വരുമ്പോഴും ആളുകൾ കൂടി ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഏതാണ്ട് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് മുഴുവനുള്ളത്. ഗതാഗതമൊക്കെ നിന്നു. ഓട്ടോറിക്ഷയൊക്കെ പല സ്ഥലത്തേക്കും പോകുന്നില്ല. ആറ്റുകാൽ ഭാഗത്തേക്കൊന്നും വിടുന്നില്ല. ആളുകൾ നടന്നാണ് പോകുന്നത്. ആ തരത്തിൽ ചട്ടി, കലം, ഒപ്പം മറ്റ് ഈ ചെറിയ ഉപ്പിലിട്ടത്, അങ്ങനെ എല്ലാം എന്ത് വേണമെങ്കിലും കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോഴുള്ളത്. ശരി, റഹീസാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. റഹീസ്, ആ കണ്ട ചേട്ടനോട് ചോദിച്ച അതേ ചോദ്യമാണ് റഹീസിനെ നമ്മൾ ഈ റഹീസ് ലൈവ് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായത്. റഹീസിന് എന്താ ഇവിടെ കാര്യം എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ എപ്പോഴും വിചാരിക്കുന്ന ആളുകൾ ഇത്തിരി തുറച്ചു നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊങ്കാല വരുമ്പോൾ നേരെ തിരിച്ചാ. അവിടെ പുരുഷന്മാരെ കണ്ടാലാണ് ആളുകൾ ഇങ്ങനെ നോക്കുക, എന്താ ഇവിടെ കാര്യം എന്നുള്ളത്. ആ നിലയ്ക്ക് സ്ത്രീകൾ, വഴികൾ, തലസ്ഥാന നഗരി അപ്പാടെ കയ്യേറുന്ന, മുഴുവൻ സ്വന്തമാക്കുന്ന, ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി പെരുമാറുന്ന, ഇടപഴകുന്ന ഒരു ദിവസം തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയും അതിന്റെ തലേ ദിവസവും ഒക്കെ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കച്ചവടമൊക്കെ പൂർത്തിയാകും. അപ്പോൾ വലിയ തിരക്ക് വൈകുന്നേരം ഉണ്ടാകും. കാരണം ചെറിയ വിലയിൽ, ഒരു പക്ഷേ ഇത് തീരാനാകുമ്പോൾ ചെറിയ വിലയിൽ സാധനങ്ങൾ കിട്ടും എന്ന് കരുതി രാത്രിയിലേക്ക് ഇത് വാങ്ങാൻ മാറ്റിവെക്കുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ആഘോഷം, മേളം എന്ന നിലയ്ക്കാണ് തിരുവനന്തപുരത്ത് പൊങ്കാലയെ സ്വീകരിക്കാൻ ആളുകൾ എത്തി നിൽക്കുന്നത്.